ബഹുമാന്യരാകുന്ന ഇബ്നു സമാക്ക് റളിയല്ലാഹു അൻഹു ഹാറൂൻ റഷീദ് എന്ന് പറയുന്ന പൂർവികനാകുന്ന അബ്ബാസിയ ഖിലാഫത്തിലെ ശ്രേഷ്ഠനായ ഭരണാധികാരിയുടെ സദസ്സിലെത്തുന്ന ഒരു സന്ദർഭം ചരിത്രത്തിൽ കാണാം. ആ സമയത്ത് ഖലീഫയ്ക്ക് ദാഹിക്കുന്നു. അദ്ദേഹം വെള്ളം കൊണ്ടുവരാൻ പറയുന്നു. അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് ഒരു ഗ്ലാസ്സിൽ വെള്ളവുമായി പരിചാരകനെത്തുന്നു. അത് കയ്യിലെടുത്തിട്ട് ഹാറൂൻ റഷീദ് കുടിക്കാൻ വേണ്ടി ഇങ്ങനെ വിചാരിച്ച് അതിങ്ങനെ വായയിലേക്ക് പൊക്കിക്കൊണ്ടിരിക്കുമ്പോൾ മഹാപണ്ഡിതനാവുന്ന ഇബ്നു സമ്മാക്ക് ചോദിക്കുന്നു, അമീറുൽ മുഅ്മിനീൻ ലൗ മുനിഅത് ഹാദിഹി ശുർബ ബികം കുൻത തശ്തരിഹ. താങ്കൾക്ക് വെള്ളം തടയപ്പെടുകയാണെങ്കിൽ, ഇപ്പൊ കുടിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് വായയിലേക്ക് പൊക്കുന്ന വെള്ളം ഉണ്ടല്ലോ, അത് താങ്കൾക്ക് തടയപ്പെടുകയാണെങ്കിൽ, ഒരു നിലക്കും ലഭ്യമല്ലാതെ വന്നാൽ നിങ്ങൾ ഈ വെള്ളത്തിന് വേണ്ടി എത്ര രൂപ ചെലവഴിക്കുന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഒരു ദാർശനികമായ ചോദ്യമാണ്. നമ്മൾ കുടിക്കാൻ പോകുന്ന വെള്ളം തടയപ്പെട്ടു, എവിടുന്നും വെള്ളം കിട്ടാനില്ല, ഒരു 4-5 ദിവസമൊക്കെ ജയിലിലിട്ട് നോക്കണം. എന്നിട്ട് ഒരാൾ ഒരു കുപ്പി വെള്ളമായിട്ട് വരികയാണ്. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കുന്നു, ഈ വെള്ളം നിനക്ക് തരാം, അല്ലാതെ ദാഹിച്ച് പരവശനാണല്ലോ, വെള്ളം നിനക്ക് തരാം, നീ എത്ര രൂപ തരും എന്ന് ചോദിക്കുമ്പോ ആ ഒരു വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ താങ്കൾ ഈ ഗ്ലാസ് വെള്ളത്തിന് എത്ര നൽകുന്നു ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അദ്ദേഹം പറയുന്നത്, ബിനിസ്ഫി മുൽക്കി, എൻ്റെ ഈ ഭരണ കേന്ദ്രം ഉണ്ടല്ലോ, ഞാൻ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ മഹാരാജ്യം ഉണ്ടല്ലോ, ഇതിൻ്റെ പകുതി വരെ ഞാൻ നൽകാൻ തയ്യാറാകും. അദ്ദേഹം പറഞ്ഞു കുടിക്കി. അങ്ങനെ അദ്ദേഹം കുടിച്ചു. കുടിച്ചതിന് ശേഷം ഇബ്നു സമ്മാക്ക് മറ്റൊരു ചോദ്യം ചോദിക്കുന്നു, അസ്അലുക ബില്ലാഹി ലൗ മുനിഅത് ഖുറൂജഹാ മിൻ ബദനിക ബിമാദാ കുൻത തശ്തരി ഖുറൂജഹാ. അല്ലാഹുവിനെ മുൻനിർത്തി ഞാൻ ചോദിക്കട്ടെ, താങ്കൾ ഈ കുടിച്ച വെള്ളം അവിടെ തന്നെ സെറ്റായി നിന്നു, പുറത്തേക്ക് പോരുന്നില്ല. താങ്കളുടെ ശരീരത്തിന് ആവശ്യമായ ഘടകങ്ങൾ ഊറ്റിയെടുത്തിട്ട് ഈ വെള്ളം പുറത്തേക്ക് പോരണം. ആ ഒരു സംവിധാനം ഇല്ലാതെ വന്നാൽ എത്ര രൂപ ചെലവഴിക്കും ഈ വെള്ളം ഒന്ന് പുറത്തേക്ക് പോരാൻ? ഹാറൂൻ റഷീദ് പറയുന്നു, എൻ്റെ ഈ രാജ്യം മൊത്തം ഞാൻ ചെലവഴിക്കേണ്ടി വരും. ഈ രാജ്യം മൊത്തം ഞാൻ ചെലവഴിക്കും. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന, പ്രത്യേകിച്ച് നമ്മുടെ വയറിലേക്ക് നമ്മൾ കുടിക്കുന്ന പാനീയങ്ങളെല്ലാം കിഡ്നികളെന്ന് പറയുന്ന പ്രത്യേകമായ സംവിധാനങ്ങളിലൂടെ ശുദ്ധീകരിച്ചു കൊണ്ടേയിരിക്കുന്നു. ഓരോ കിഡ്നിയിലും 10,000-കണക്കിന് നെഫ്രോണുകൾ എന്ന് പറയുന്ന കുഞ്ഞു കുഞ്ഞു അരുപ്പകൾ സ്ഥിതി ചെയ്യുന്നു. ഈ അരുപ്പകളിലൂടെ വെള്ളം ഇങ്ങനെ പോകുമ്പോൾ ആവശ്യമായത് സ്വീകരിക്കപ്പെടുകയും അനാവശ്യമായത് നമ്മുടെ യൂറിൻ ബ്ലാഡറിലേക്ക് എത്തുകയും അത് മൂത്രം വഴി പുറത്തേക്ക് പോരുകയും ചെയ്യുന്നു. നമ്മളൊരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നു, അതൊരു ഐസിൻ്റെ പരുവത്തിലോ മറ്റോ നമ്മുടെ ഉള്ളിൽ തന്നെ സെറ്റായി കിടക്കുന്നു, ഒരു നിലക്കും പുറത്തേക്ക് പോരുന്നില്ല. നമ്മൾ കഴിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ മൊത്തം വയറിൽ അങ്ങനെ സംഘടിച്ചു നിൽക്കുന്നു എങ്കിൽ എത്ര രൂപ ചെലവഴിക്കുന്നതാണ് ചോദ്യം. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഈ അധികാരത്തിലുള്ള പ്രദേശം മൊത്തം നൽകിയാണെങ്കിൽ പോലും ഞാൻ അത് പുറത്ത് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തും. ഇതാണ് മനുഷ്യന്റെ ദൗർബല്യം. എത്രമേൽ അഹങ്കരിച്ചാലും ഇത്തരം ചില പരിമിതികളിൽ മനുഷ്യൻ ബന്ധിതനാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. ഭക്ഷണം സുലഭമായി കഴിക്കാൻ പറ്റും. നമ്മൾ പണ്ടൊക്കെ പഠിച്ച ഉപാപചയ വ്യവസ്ഥകളെ കുറിച്ച് നമുക്കറിയാം. ഇന്നത്തെ കാലത്തൊക്കെ ഭക്ഷണത്തിനോട് യാതൊരുവിധ മര്യാദയില്ലാതെ, വിചാരമില്ലാതെ കഴിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ആരോഗ്യശീലം പറയുന്ന സമയത്ത് അനാരോഗ്യം വരുന്നത് എങ്ങനെയാണ് മനുഷ്യന്റെ ശരീരം ദ്രവിക്കുന്നത്, രോഗങ്ങൾ പിടികൂടിക്കൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ കാരണം പറയുമ്പോൾ ഏറ്റവും പ്രധാനമായി പറയുന്ന ഒന്ന് താമി അല താമി എന്നാണ്. ഒരു ഭക്ഷണം ദഹന പ്രക്രിയ പൂർത്തിയാക്കി അത് കൃത്യമായ രീതിയിൽ വയറിൽ നിന്ന് ദഹനമൊക്കെ നടന്ന് വിസർജ്യമായി മാറി നമ്മുടെ വയറ് കാലിയാകുന്നതിൻ്റെ മുമ്പ് പിന്നെയും ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ആതിഥ്യ മര്യാദ ഒക്കെ പറയുമ്പോൾ നിർബന്ധിച്ചുകൊണ്ടിരിക്കാൻ പറ്റൂല എന്ന് ഇസ്ലാം പറയണത്. കഴിച്ചെണീക്കാൻ വിചാരിക്കുന്ന ഒരാൾക്ക് പകുതി കൂടെ പിന്നെ ഒരു പ്ലേറ്റിൽ നിന്ന് ഒന്നിച്ച് തട്ടിക്കൊടുക്കാൻ പറ്റൂല. അത് സ്നേഹമല്ല, ദ്രോഹാണ്. വെള്ളത്തിന്റെ കാര്യം അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ഹാറൂൻ റഷീദ് പറയുന്നത്, ഈ അകത്ത് കയറിയ സാധനം പുറത്തേക്ക് വരണില്ലേൽ എൻ്റെ അധികാരം മൊത്തം ഞാൻ ചെലവഴിച്ചാൽ പോലും ഞാൻ അതിന് ശ്രമിക്കുമെന്ന്. അപ്പൊ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ നിയമത്തിന് നമുക്ക് ഓർമ്മ വേണം. പടച്ചോനെ, ഈ കയറുന്ന വെള്ളം എനിക്ക് ഉപകാരപ്പെടണം എന്നുള്ള ചിന്ത വേണം. അതുകൊണ്ടാണ് ബിസ്മി ചൊല്ലിക്കൊണ്ട് കുടിക്കേണ്ടത്. പടച്ച റബ്ബേ, കാരുണ്യവാനാണ് നീ, കരുണാവാരിധിയാണ് നീ. ഈ വെള്ളം ഇവിടെ എത്തിയിട്ട് താഴേക്ക് പോകാതിരുന്നാൽ നമ്മൾ ബുദ്ധിമുട്ടും. അന്നനാളത്തിലേക്ക് കയറേണ്ട വെള്ളം ശ്വാസനാളത്തിലേക്ക് പോയാൽ ചിലപ്പോൾ മരണം വരെ സംഭവിക്കും. ഇനി അകത്തെത്തിയ വെള്ളം നമ്മുടെ ശരീരത്തിന് ആവശ്യമായ രീതിയിൽ രൂപപ്പെട്ടില്ലെങ്കിൽ അതുകൊണ്ടും വലിയ ഉപദ്രവം ഉണ്ടാകും. അതുകൊണ്ട് കരുണാകടലായ റബ്ബേ, നിന്റെ നാമത്തിലാണ് ഞാനിത് ഉപയോഗിക്കുന്നത്. മനുഷ്യൻ അപ്പോഴും വിനയാന്വിതനാകുന്നു.
എൻ്റെ 4 കിണറിലും ഇഷ്ടം പോലെ വെള്ളമുണ്ട്, അല്ലെങ്കിൽ ധാരാളം പണം ബാങ്കിൽ ബാലൻസ് ഉണ്ട്, ഞാൻ മിനറൽ വാട്ടർ വാങ്ങിക്കൊണ്ടേയിരിക്കും. അതൊന്നും ആര് വിചാരിച്ചാലും തടയാൻ കഴിയില്ലെന്ന നകളിപ്പ് മനുഷ്യനെന്ന ബുദ്ധിയുള്ള ജന്തുവിന് പാടില്ലെന്നർത്ഥം. എപ്പോഴും അവൻ വിനയാന്വിതനായിക്കൊണ്ടേയിരിക്കണം. ഖുർആൻ പിന്നെയും പിന്നെയും വെള്ളത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറൻ, നമ്മൾ നേരത്തെ സംസാരിച്ചു. അതേ പ്രകാരം തന്നെ വഇന്നാ അലാ ദഹാബിൻ ബിഹി ലഖാദിറൂൻ എന്ന് സൂറത്തുൽ മുഅ്മിനൂനിന്റെ 18-ാമത്തെ വാക്യത്തിൽ കാണാം. വെള്ളമൊക്കെ തന്നു, ഉഷാറായി. നമ്മളൊക്കെ കിണറുകളും കുളങ്ങളും ഒക്കെ നിറഞ്ഞു. പ്രാവശ്യമൊക്കെ കഠിനമായ വേനൽ പ്രതീക്ഷിച്ചിരുന്നു നമ്മൾ. കൃത്യമായ രീതിയിൽ വേനൽ മഴകളുണ്ടായി. അതുകൊണ്ട് ജലത്തിന് സാധാരണഗതിയിലുള്ളതുപോലെയുള്ള ബുദ്ധിമുട്ടുണ്ടായില്ല. തുരുതുര അങ്ങോട്ടും ഇങ്ങോട്ടും സന്നദ്ധ സംഘടനകളുടെയും ഗവൺമെൻറ്റിൻ്റെയും പഞ്ചായത്തിൻ്റെയും ഒന്നും കുടിവെള്ള വാഹനങ്ങൾ ഓടുന്നത് നമ്മൾ പ്രാവശ്യം കണ്ടില്ല. എന്തുകൊണ്ട്? കൃത്യമായ രീതിയിൽ റബ്ബ് തആല നമുക്ക് വേനൽ മഴ തന്നു. ഇപ്പോൾ 2-3 മഴ കൊണ്ട് നമ്മുടെ നാട് മൊത്തം ജലം നിറഞ്ഞു. ആ നകളിപ്പിൽ ഇങ്ങനെ നിൽക്കുന്നവന്റെ മുമ്പിൽ അള്ളാഹുവിൻ്റെ ഒരു ചോദ്യം, ഇത് നിശേഷമായി നീക്കിക്കളയാനും നമുക്ക് സാധ്യമാണ്. വെള്ളം കൊണ്ട് പരീക്ഷിച്ചൊരു ടീമായിരുന്നല്ലോ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമൂഹം. നമുക്കറിയാം, തൂഫാൻ വെള്ളപ്പൊക്കം വഴി അവർ അശേഷമില്ലാതായിപ്പോയി. നൂഹ് നബിയുടെ ദഅവത്ത് സ്വീകരിച്ച് അദ്ദേഹത്തിന്റെ പ്രത്യേക രക്ഷാ സംവിധാനമായ കപ്പലിൽ ആരേറിയവരൊഴികെ ഓരോ നിമിഷവും ഓരോരുത്തരെയും നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വിളിക്കുന്നുണ്ട്, കയറു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഓരോ ഉയർന്ന പ്രദേശത്തിലേക്ക് പോയി രക്ഷപ്പെട്ടോളാം എന്നാണ് സ്വന്തം പുത്രൻ കന്നാൻ പോലും പറഞ്ഞത്. നൂഹ് നബി പറയുന്നുണ്ട്, ആസിമല്യവും ഇന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗവും കാണൂല, ഇതിലേക്ക് കയറണമെന്ന്. അങ്ങനെ പ്രപഞ്ചം ഭൂമി നിറഞ്ഞ ആ വെള്ളത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയോട് അങ്ങോട്ട് പിടിക്കാൻ പറയണ്. അത് അങ്ങനെ തന്നെ പറ്റിപ്പോകുന്നു. ഈ ചരിത്രം നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോൾ ഇപ്പൊ കിണർ നിറഞ്ഞു, പുഴയൊക്കെ നിറഞ്ഞു, അതുകൊണ്ട് അഹങ്കരിക്കാൻ പറ്റുമോ? ഇല്ല. അതിനെ തിരിച്ചു വിളിക്കാനും മാറ്റിക്കളയാനും നമുക്ക് കഴിവുണ്ടെന്ന് അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ ഓരോ നിയമത്തുകളെയും കുറിച്ച് ചോദിക്കുമെന്നത് ഖുർആന്റെ പ്രത്യേകം കൽപ്പനയാണ്. വെള്ളം എന്ന നിയമത്ത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായിരിക്കെ സൂറത്ത് തക്കാസുറിന്റെ 8-ാമത്തെ വാക്യം കൂടെ നമ്മൾ ഓർക്കണം. ഈ വെള്ളം നല്ലോണ്ട്, ചിലവരെ കിണറിന് നല്ല വെള്ളമുണ്ട്, ഒരിക്കലും പറ്റൂല. അപ്പൊ അയൽവാസിയുടെ കിണറിലൊക്കെ വേഗം വെള്ളം പറ്റി. അവരിത്തിരി വെള്ളം എടുത്തോട്ടെ എന്ന് പറയുമ്പോൾ വേണ്ടാന്ന് പറയാം. എന്തിന്? അവർക്ക് ഓർക്കിഡിനെ സംരക്ഷിക്കാൻ, അവർക്ക് ആന്തോറിയം സംരക്ഷിക്കാൻ. മനുഷ്യന് പ്രത്യേകിച്ച് നല്ലൊരു ഉപകാരമൊന്നും ഇല്ലാത്ത അതിൻ്റെ ഒരു ആസ്വാദനം ഉപകാരം തന്നെയാണ്. മതം അത് അനുവദിക്കുന്നുണ്ട്, ഇല്ല എന്നല്ല പറയണത്. ചെടികളും തോട്ടങ്ങളും ഒക്കെ അതൊരു പ്രത്യേകമായ ആസ്വാദനം മനുഷ്യന് ലഭിക്കുമെങ്കിൽ അത് അനുവദനീയം തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അപ്പുറത്തെ ആൾ വെള്ളം കിട്ടാതെ ദുരന്തം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആന്തൂറിയം തോട്ടവും ഓർക്കിഡ് തോട്ടമൊക്കെ നനച്ച് സംരക്ഷിക്കാൻ വേണ്ടി വെള്ളം ഉപയോഗപ്പെടുത്തുന്നു, കൊടുക്കാതിരിക്കുന്നു. അതുകൊണ്ടാണ് അടിസ്ഥാന ആവശ്യങ്ങളാകുന്ന വെള്ളം, തീ, ഉപ്പ് ആർക്കും തടയാൻ പാടില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. വെള്ളം തടയാൻ പാടില്ല, നമ്മുടെ കിണറിലുണ്ടെങ്കിൽ കൊടുത്തിരിക്കണം. ഉപ്പ്, ലവണം, ഏറ്റവും ബേസായ കൂട്ടാൻ അതാണ്. ഏറ്റവും ചുരുങ്ങിയത് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഉപ്പെങ്കിലും വേണം, അതുകൊണ്ട് അത് തടയാൻ പാടില്ല. തീയും അങ്ങനെ തന്നെ. ഇന്നത്തെ പോലെ തീപ്പെട്ടിയോ അല്ലെങ്കിൽ തീ നിർമ്മിക്കാനുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് ഏതെങ്കിലും ഒരാൾ അടുപ്പിൽ സംരക്ഷിക്കുന്ന കനലിൽ നിന്ന് ഇത്തിരി വാങ്ങിയിട്ട് അതിങ്ങനെ ചകിരിയിലൊക്കെ ഇട്ട് ഇങ്ങനെ ഊതി കത്തിക്കുന്ന രീതിയായിരുന്നു. അത്തരം സന്ദർഭങ്ങളിൽ അടിസ്ഥാനപരമായ ആവശ്യമാണ് തീ എന്നത്. അതുകൊണ്ട് തീയിനെയും തടയാൻ പാടില്ലെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ആദ്യമായി ചോദ്യം ചെയ്യുന്ന ആരാധനാ കാര്യങ്ങൾ നിസ്കാരമായിരിക്കും. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന മറ്റൊരു സംഗതി, ഇന്ന അവ്വലമാ യുസ്അലു അൻഹു യൗമൽ ഖിയാമ, നിഅമത്തുകളുടെ കൂട്ടത്തിൽ നിന്ന്, അള്ളാഹു നൽകിയ നിഅമത്തുകളുടെ കൂട്ടത്തിൽ നിന്ന് ആദ്യമായി റബ്ബ് തആല ചോദിക്കുന്നത് അയ്യുഖാല ലഹു, അവനോട് ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടാകും, അലൻ നുസിഹ ലക ജിസ്മക്, നിന്റെ ശരീരത്തിന് നാം ആരോഗ്യം നൽകിയില്ലേ? പിന്നെ വനുറബ്ബിയക മിനൽ മാഇൽ ബാരിദ്, ശുദ്ധവെള്ളം കൊണ്ട് നിന്റെ ദാഹം നാം തീർത്തില്ലേ എന്നായിരിക്കും. കണ്ണിനെ കുറിച്ച് ചോദിക്കും, ചുണ്ടിനെ കുറിച്ച് ചോദിക്കും, നമുക്ക് നൽകിയ ഓരോ നിഅമത്തുകളെയും കുറിച്ച് ചോദിക്കും. നിഅമത്തുകളുടെ ഗണത്തിൽ അള്ളാഹു ഖിയാമത്ത് നാളിൽ ആദ്യമായി ചോദിക്കുന്നത്
വെള്ളത്തെക്കുറിച്ചാണ്. വെള്ളം വഴി നിന്റെ ദാഹം നമ്മൾ തീർത്തില്ലേ, അങ്ങനെ നിന്റെ ശരീരത്തിന് നാം സിഹത്ത്, ആരോഗ്യവും ആഫിയത്ത് നൽകിയില്ലേ എന്നായിരിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് വെള്ളത്തിൻ്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധ വേണം. മഴക്കാലത്താണെങ്കിലും നമ്മൾ നല്ലൊരു സമുദ്രത്തിലാണെങ്കിലും വെള്ളം ദുരുപയോഗം ചെയ്യാൻ പാടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെള്ളം സംരക്ഷിക്കുന്നതിന് വേണ്ടി കുറേ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒളുവെടുക്കലും കുളിക്കലും ഒക്കെ റസൂലുള്ളാഹി തങ്ങൾ ഒരു മുദ്ദിൽ നിന്ന് ഒളുവെടുത്തിരുന്നു എന്നാണ്. ഒരു മുദ്ദ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം, ഏകദേശം 600-700 ഗ്രാം വെള്ളമാണ്. അത്ര ഇതിൽ നിന്ന് ഒളുവെടുക്കും. ഒളുവെടുക്കേണ്ട അനിവാര്യം വരുമ്പോൾ നമ്മൾ അതിൽ നിന്ന് ഒളുവെടുക്കേണ്ടി വരും. പലയിടങ്ങളിലും അടിമകളെ പോലെയൊക്കെ കുടുങ്ങുന്ന ചില ജീവനക്കാരുണ്ട്. ഒന്നും പുറലോകറ്റ് ബന്ധമുണ്ടാവില്ല. കുളിക്കാൻ വേണ്ടി ഒരു സോഡ വാങ്ങിയിട്ട് അതിൻ്റെ ഗ്യാസ് കളഞ്ഞ് ആ വെള്ളം കൊണ്ട് കുളിക്കുന്ന അനുഭവമൊക്കെ പറഞ്ഞൊരു ചെറുപ്പക്കാരൻ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം എങ്ങനെ സോഡ കൊണ്ട് കുളിക്കാൻ പറ്റുന്നത്? അങ്ങനത്തെ ഒരു സന്ദർഭം വന്നാൽ കഴിയന്നെ. മഹലി ഇമാമൊക്കെ അവിടുത്തെ കൻസുർ റാഗിബീൻ എന്ന കിതാബ് ചർച്ച ചെയ്യുന്നുണ്ട്. കുറഞ്ഞ വെള്ളം കൊണ്ട് ഒതുക്കണമെങ്കിൽ കുളിക്കണമെങ്കിൽ എന്ത് വേണം? നിയത്തൊക്കെ വെക്കണതിൻ്റെ മുമ്പ് വെള്ളം കൊണ്ട് ശരീരത്തിൽ ഇങ്ങനെ തടവുക എന്നാണ്. അപ്പം ഇങ്ങനെ പറ്റ ഉണങ്ങി നിൽക്കുന്ന ശരീരത്തിൽ വെള്ളം ഒഴിക്കുകയുണ്ടെങ്കിൽ കുറേ അങ്ങോട്ട് പോകും. നേരെ മറിച്ച് തടവിയിട്ട് ഈർപ്പം വന്ന ശരീരത്തിലാണെങ്കിൽ ഇത്തിരി വെള്ളം എടുത്താൽ തന്നെ എല്ലാം എടുത്തു അതെത്തും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുളിക്കാൻ ഉപയോഗിച്ചത് ഒരു സായ വെള്ളമായിരുന്നു എന്നാണ്. ഒരു സായ വെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര ഉള്ള 4 കോരൽ വെള്ളം. നമ്മളൊക്കെ ഒരാൾക്ക് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ട അത്ര വെള്ളം. എങ്ങനെ കുളി സാധ്യമാകുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു സോഡ പൊട്ടിച്ചിട്ട് ഗ്യാസ് കളഞ്ഞിട്ട് അതുകൊണ്ട് കുളിക്കുന്നവർ നമ്മുടെ ആധുനിക കാലത്തുണ്ട്. ചില തൊഴിലാളികളൊക്കെ കുടുങ്ങിപ്പോകും തീരെ സൗകര്യങ്ങളില്ലാത്ത ഇടങ്ങളിൽ. എന്നാലോ ചാടി ഓടി രക്ഷപ്പെടാനും കഴിയില്ല. അപ്പോ വെള്ളം അമിതമായി ചെലവഴിക്കരുത് എന്നതിനെ കുറിച്ച് നിരവധിയായ ഹദീസുകളുണ്ട്. ഞാൻ ഓരോന്ന് ഉദ്ധരിക്കുന്നില്ല. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇബ്നു അബ്ബാസ് കം യക്ഫീനി മിനൽ വുളൂ. ഒരാൾ വന്നിട്ട് ഇബ്നു അബ്ബാസ് തങ്ങളോട് ചോദിക്കുകയാണ്, വുളൂ എടുക്കാൻ എനിക്ക് എത്ര വെള്ളം വേണ്ടി വരും? ഖാല മുദ്ദുൻ, ഒരു മുദ്ദ്, നമ്മളിപ്പോൾ പറഞ്ഞ കണക്ക്, ഏകദേശം 600-500 ഗ്രാം വെള്ളം. ഖാല കം യക്ഫിനി ലിൽ ഗുസ്ലി, കുളിക്കാൻ എത്ര വെള്ളം വേണ്ടി വരും? അങ്ങനെ വരുമ്പോൾ ഖാല സാഉൻ, ഇത്ര 4 വെള്ളം, 4 മുദ്ദ് വെള്ളം. നമ്മൾ സക്കാത്ത് കൊടുക്കുന്ന ഒരാൾക്ക് എത്ര സക്കാത്ത് കൊടുക്കണം? അത്രയും വെള്ളം. ഖാല റജുലുൻ, ഇദ്ദേഹം പറഞ്ഞു, ലാ യക്ഫിനി, അല്ലാഹ് അതൊന്നും പോരെ കുളിക്കാൻ. കേരളക്കാരനാണോ തോന്നും ചിലപ്പോൾ അല്ലേ? നന്നായിട്ട് വെള്ളം ചെലവഴിച്ച് കുളിച്ച് ഒരു ടാങ്ക് വെള്ളം കൊണ്ടൊക്കെ ഇങ്ങോട്ട് കുളി കഴിഞ്ഞാലും സന്തോഷാവാത്തവരാണ് കേരളക്കാർ. അദ്ദേഹം പറയാണ്, ലാ യക്ഫിനി, അതൊന്നും പോരട്ടോ. ഖാല ലാ ഉമ്മലക്, അതൊരു പ്രയോഗമാണ്. എനിക്ക് ഉമ്മ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ നാശം എന്ന് പറയുന്ന ഒരു പ്രയോഗമാണത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഖദ് ഖഫാ മൻ ഹുവ ഖൈറും മിൻക, നിന്നേക്കാൾ എത്രയോ ശ്രേഷ്ഠരായിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത് മതിയായിട്ടുണ്ട്. എന്നിട്ടാ നിനക്കത് പറ്റൂല എന്ന് പറയുന്നത്? എന്നിട്ട് അദ്ദേഹം പറയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാം അഹ്മദ് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസാണ്, നിന്നേക്കാൾ ഏറ്റവും ശ്രേഷ്ഠരായ റസൂലുള്ളാഹി തങ്ങൾക്ക് അത് പറ്റിയിട്ടുണ്ട്, പിന്നെ നിനക്കത് മതിയാവൂല എന്ന് പറയലാണോ? മഹാനായ അംർ ഇബ്നു ശുഐബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വല്ലിപ്പയിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട്, ജാ അഅറാബിയുൻ ഇല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസ്അലുഹു അനിൽ വുളൂ, വുളൂവിനെ കുറിച്ച് ചോദിച്ചൊരു ഗ്രാമീണൻ നബിമായ നബി തങ്ങളുടെ അടുത്തേക്ക് വന്നു. ഫറാഹുൽ വുളൂ സലാസൻ സലാസൻ സുമ്മ ഖാല ഹഖദൽ വുളൂ ഫമൻ സാദ അലാ ദാലിക ഫഖദ് അസാ വ തഅദ്ദ വ ളലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 പ്രാവശ്യം വെച്ച് വുളൂ എടുത്ത് കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതിനേക്കാൾ ആര് വർദ്ധിപ്പിച്ചാലും അവൻ അക്രമമാണ് ചെയ്തത്, അവൻ പരിധി ലംഘിച്ചിരിക്കുകയാണ്, അവൻ വൃത്തികേടാണ് കാണിച്ചത്, അവൻ ചീത്തപ്രവൃത്തി ചെയ്തു, തഅദ്ദ പരിധി ലംഘിച്ചു, അപ്രകാരം തന്നെ വലമ അവൻ അക്രമം കാണിച്ചു. ഇമാം നസായി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസാണത്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മർറ ബി സഅദിൻ, സഅദ് റളിയല്ലാഹു അൻഹു ഒളു എടുത്തുകൊണ്ടിരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിസരത്തൂടെ നടന്നുപോയി. ഫഖാൽ, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മാ ഹാദ സുർഫ്, ഈ അമിതത്വം എന്താ സഅദ് എന്ന് ചോദിച്ചു ഒരു കൗതുകത്തോടെ. ഇത്ര അമിതമായി വെള്ളം ചെലവഴിക്കും, ഒളു എടുക്കേണ്ട ആവശ്യാർത്ഥം? ഫഖാൽ, അദ്ദേഹം ചോദിച്ചു, അഫിൽ വുളൂഇ ഇസ്റാഫുൻ, ഒളു എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഇബാദത്തല്ലേ, അത് നന്നായിട്ട് ആസ്വദിച്ച് ചെയ്യണ്ടേ? അപ്പോൾ ഈ ഒളൂയിലും ഇസ്റാഫ്, അമിതത്വം എന്ന് പറയുന്ന പ്രശ്നം ഖുർആൻ പലയിടത്ത് പറയുന്നതാണ്. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ, വസ്ത്രത്തിന്റെ കാര്യത്തിൽ, വാഹനത്തിന്റെ കാര്യത്തിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അമിതത്വം പാടില്ല എന്നുള്ളത്. മിതമാവണം. മുസ്ലിം എന്ന് പറഞ്ഞാൽ ഉമ്മത്തുൻ വസത്താണ്, മധ്യമ സമൂഹമാണ്. അവർക്ക് പറ്റേ പിശുക്കിയുള്ള ജീവിതം പാടില്ല.
അടിച്ചു പൊളിച്ചിട്ട് സർവം തകർക്കണ ജീവിതവും പാടില്ല. അവൻ മധ്യത്തിലാകണം. ആവശ്യത്തിന് അവശ്യ വസ്തുക്കൾ ഉപയോഗപ്പെടുത്തുക, അതിനപ്പുറത്തേക്ക് കയറാൻ പാടില്ല. ഇതറിയാവുന്ന സയ്യിദ് റളിയല്ലാഹു അൻഹു ചോദിക്കുക, ഇത് നല്ലൊരു ഇബാദത്തല്ലേ, അപ്പൊ ഇതിലുണ്ട് ഈ ഇസ്റാഫിന്റെ പ്രശ്നം? മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തു, നഅം, ഈ ഇസ്റാഫിന്റെ വിഷയം ഈ വുളൂഇന്റെ കാര്യത്തിലും വരും. ഒഴുകുന്ന പുഴയിൽ നിന്നാണ് ഇനി വുളൂ എടുക്കുന്നെങ്കിൽ പോലും ഈ പൊതുവായ പൈപ്പ്, അതേപ്രകാരം പൊതുവായ ഹൗദ്, ഇതിൽ നിന്ന് കൊതെടുക്കുമ്പോൾ 3-ലധികം ഉപയോഗിക്കുന്നത് ഹറാമാണ്. ഹറാം നമ്മുടെ വീട്ടിൽ നിന്നാകുമ്പോഴാണ് അത് കറാഹത്താവുക. സമൂഹത്തിന് വേണ്ടി പൊതുവാക്കപ്പെട്ട സാധനം അതിന്റെ ലക്ഷ്യത്തിൽ നിന്ന് തെറ്റിക്കാൻ പാടില്ല. കുടിവെള്ളം എന്ന് എഴുതി വെച്ചത് തട്ടിപ്പിൽ നമ്മൾ ഒതുകൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് കുടിവെള്ളം എഴുതി വെച്ച ടാപ്പുണ്ട്, അതിൽ കുടിവെള്ളമാണ് വരുന്നത്, സാധാരണ ടാപ്പിൽ വരുന്ന വെള്ളമല്ല, അവർ ഫിൽറ്റർ ചെയ്തൊക്കെ വരികയാണ്. അപ്പോൾ തട്ടിപ്പിൽ നമ്മളൊരു വലിയ ഉഷാറുള്ള ആളാണ്, എനിക്കൊരു മിടുക്കൊക്കെ ഉണ്ട്, എനിക്ക് ഇത്തിരി കുസൃതിയൊക്കെ ഉണ്ട് എന്ന് വരുത്തിയിട്ട് അതിൽ നിന്ന് കൊടുക്കാൻ പാടുണ്ടോ? പാടില്ല. പുറത്തേക്ക് കൊണ്ടുപോകരുത് എന്ന് ഏതെങ്കിലും ഒരു സന്നദ്ധ ടീം വെച്ച ഇത്തരം കുടിവെള്ളത്തെ കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആരും കാണാതെ കൊണ്ടുപോകാൻ എനിക്ക് മിടുക്കുണ്ടെന്ന് തെളിയിക്കാൻ പറ്റില്ല. അത് കൊണ്ടുപോകാൻ പാടില്ല എന്നാണ്. എങ്ങനെയാണോ അതിൻ്റെ അസൽ അതിന് ഉപയോഗപ്പെടുത്തണം. അപ്പൊ പൊതുവായ ഇത്തരം സംഗതികൾ വർത്താനം പറഞ്ഞുകൊണ്ട് ടാപ്പ് ഫുള്ള് തുറന്നങ്ങനെ വെള്ളം വീഴ്ത്തിക്കൊണ്ടിരിക്കാൻ പറ്റുമോ? ഇല്ലേ. ഓരോ തുള്ളിക്കും ചിലപ്പോൾ നമ്മൾ ഖേദിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇസ്റാഫ് ജീവിതത്തിൽ ഒരിക്കലും പാടില്ല, വെള്ളത്തിന്റെ കാര്യത്തിൽ തീരെ പാടില്ല. വെള്ളം സംരക്ഷിക്കാൻ വേണ്ടി മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. ഓടിച്ചു പോകാൻ നമുക്ക്. നമ്മൾ ഉറങ്ങി എഴുന്നേറ്റ ഉടനെ നമ്മുടെ സ്വന്തം വീട്ടിലെ വെള്ളമാണെങ്കിൽ പോലും അതിൽ പോയി കൈയിടാൻ പാടില്ല. ഉറങ്ങി എഴുന്നേറ്റ് ഇങ്ങനെ വരികയാണ്, അപ്പൊ നമ്മളിങ്ങനെ കണ്ണും തിരുമ്പി വന്നിട്ട് ഹൗദിലൂടെ കൈയിടാൻ പാടുണ്ടോ? പാടില്ല. ഇന്നഹദുക്കും ലാ യദ്രി ഐന ബാത്തത് യദഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, മനിസ്തൈഖള മിൻ മനാമിഹി, ഒരാള് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റാൽ അവൻ എന്ത് ചെയ്യണം? അവന്റെ കയ്യിനെ 3 പ്രാവശ്യം കഴുകി വൃത്തിയാക്കണം. എന്നിട്ടേ അവൻ എന്ത് ചെയ്യാൻ പാടുള്ളൂ? വെള്ളത്തിലേക്ക് നേരിട്ട് കൈയിടാൻ പാടുള്ളൂ. എന്തുകൊണ്ട്? അവന്റെ കൈ എവിടെ ഉറങ്ങിയിരുന്നത് എന്ന് ആർക്കും അറിയാൻ പറ്റൂല. മാലിന്യങ്ങൾ ഉണ്ടാകാം, മാലിന്യ സ്ഥലങ്ങളിലെത്താം. മനുഷ്യന് വൃത്തികേടായി തോന്നുന്ന ഭാഗങ്ങളിൽ അവന്റെ കൈ എത്താൻ ഉറക്കിൽ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൈ കഴുകിയാണ് വേണം വെള്ളത്തിൽ കൈയിടേണ്ടത്. വീട്ടിലെ വെള്ളത്തിലാണെങ്കിലും അങ്ങനെയാണ്, ഹൗദിലെ വെള്ളത്തിലാണെങ്കിൽ ഏതായാലും അങ്ങനെയാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നതാണ്. അപ്രകാരം കുടിക്കുന്ന വെള്ളത്തിലേക്ക് ശ്വാസം വിടരുത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. നമുക്കറിയാലോ, നമ്മൾ ഈ ഓക്സിജൻ കയറ്റാണ്, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വിടുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് ഒരിക്കലും നന്നല്ല. അത് ഈ സസ്യങ്ങളും മറ്റും വലിച്ചെടുത്ത് അവർ ഓക്സിജൻ പുറത്തിടുന്നത് കൊണ്ട് പ്രകൃതിയിൽ കൃത്യമായ രീതിയിൽ അതിൻ്റെ ഒരു ശുദ്ധീകരണ ചക്രം നടക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പിന്നെയും ഓക്സിജൻ സുലഭമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇങ്ങനെ പറ്റിച്ചേർന്ന് മൂക്കടുപ്പിച്ച് ഉറങ്ങുന്നതും അത്ര ഗുണമൊന്നുമല്ല. ഒരാളുടെ കാർബൺ ഡൈ ഓക്സൈഡ് മറ്റൊരാൾ ശ്വസിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പലജാതി രോഗാണുക്കളൊക്കെ ചിലപ്പോൾ വരും നമ്മൾ ഈ ഉച്ഛ്വാസവായുവിലൂടെ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുടിക്കുന്ന വെള്ളത്തിൽ ആരും ശ്വാസം വിടരുത്. ഇദാ ശരിബ അഹദുക്കും ഫലാ യതനഫസ് ഫിൽ ഇനാ, ആരും പാത്രത്തിലേക്ക് ശ്വാസം വിടരുത്. പിന്നെ അത് ആവർത്തിച്ച് കുടിക്കേണ്ട ഒരു രീതി കൂടെ റസൂൽ തങ്ങൾ പറയുന്നുണ്ട്. അത് നമ്മുടെ വിഷയമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്തതുകൊണ്ട് ഞാൻ ഒഴിവാക്കുന്നു. റവാഹു ഇബ്നു മാജ മിൻ ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസായിട്ട് ഇബ്നു മാജ അവിടുത്തെ ഗ്രന്ഥത്തിൽ ഇത് ചേർത്തിട്ടുണ്ട്. അപ്രകാരം തന്നെ പാത്രങ്ങൾ മൂടി വെക്കാൻ പ്രത്യേകമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചു. പാത്രങ്ങൾ മൂടി വെക്കുക. ഒരു വസ്തുവും മൂടാൻ കിട്ടണില്ലെങ്കിൽ ഒരു കൊള്ളിയെങ്കിലും വെക്കണം എന്നാണ്. അത്രക്ക് പ്രതിരോധം ഉണ്ടാവും എന്നുള്ളത് കൊണ്ട്. ഒരു പാമ്പൊക്കെ വീഴുകയാണെങ്കിൽ ആ കൊള്ളിയിൽ തടഞ്ഞിട്ട് അത് മൂപ്പരാൾ താഴേക്ക് ഇറങ്ങിപ്പോയിക്കോളും. നേരെ വെച്ച് നേരെ കുടത്തേക്ക് വീണിട്ടുണ്ടെങ്കിൽ പല്ലി വിസർജ്യം വരും, പല്ലി മൂത്രമൊഴിക്കും, അതുപോലെയുള്ള പാറ്റകളും വസ്തുക്കളും ഒക്കെ വരും. പലയിടങ്ങളിലും ഈ പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഈ ചെറിയ ചെറിയ വണ്ടുകൾ ഉണ്ടാകും, മുപ്പിളി വണ്ട്, കോട്ടരുമ പോലത്തെ സാധനം. ഇതൊക്കെ വെള്ളത്തിൽ വീഴും. ഒന്ന് വെള്ളം നശിക്കും, ചിലപ്പോൾ നമ്മളത് അറിയാതെ ഉപയോഗിച്ചു പോകും. അങ്ങനെയൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാകും. ഹബീബ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഉത്ഫിഉൽ മസാബിഹ ഇദാ റഖദ്തും, നിങ്ങൾ ഉറങ്ങുമ്പോൾ വിളക്ക് കെടുത്തണം. ഉറങ്ങുമ്പോൾ വിളക്ക് കെടുത്തണം. അത് തട്ടി വീഴാനും കത്തിപ്പിടിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്രകാരം തന്നെ വല്ലിഖുൽ അബ്വാബ്, നിങ്ങൾ വാതിലുകൾ അടക്കണം, കുറ്റിയിടണം. ഭയങ്കര ധൈര്യക്കാരനാന്നൊക്കെ പറഞ്ഞ് വാതിലൊക്കെ തുറന്നു വെച്ച് ഇങ്ങനെ കിടക്കാൻ പറ്റൂല. പല മനുഷ്യർക്കും പലപ്പോഴും ഒരേ അവസ്ഥ ഉണ്ടാവില്ലേ. ചില ആളുകളൊക്കെ എല്ലാം ഒരു കാൽപെരുമാറ്റം കേട്ടാൽ ഉണരും. പക്ഷെ അതേ രീതി എപ്പോഴും ഉണ്ടാവണമെന്നൊന്നുമില്ല. നല്ല സമൃദ്ധമായൊരു ഉറക്കം കിട്ടിയാൽ അകത്ത് കള്ളം കയറാം, പാമ്പ് കയറാം, പലതും സംഭവിക്കാം. ഇപ്പോൾ വർഷക്കാലാണ്, പ്രത്യേകിച്ച് ഈ തണുപ്പാകുമ്പോൾ ചൂട് തേടി ഇഴജന്തുക്കളൊക്കെ വന്നുകൊണ്ടിരിക്കും. സ്വാഭാവികമായി വെള്ളമൊന്നുമില്ലാത്ത അകത്തവർ കയറും. ജനലൊക്കെ ഇങ്ങനെ താഴെയുള്ള ജനലൊക്കെ ഇങ്ങനെ തുറന്നു വെച്ചിട്ട് നമ്മൾ ഭയങ്കര ഉഷാറിൽ ലാവിഷായിട്ട് ജീവിച്ചാൽ കട്ടിലിലും
മേശക്ക് വലിപ്പിലും ഷൂടെ ഉള്ളിലും ഒക്കെ പാമ്പ് കയറും. അവ നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിലും അവരുടെ നൈസർഗികമായ രീതിയിൽ കൊത്തു നടത്തും. അതോടുകൂടെ ചിലപ്പോൾ ജീവിതം തന്നെ അവസാനിച്ചെന്ന് വരും. പല പാമ്പുകളും അങ്ങനെ. കേരളത്തിൽ 124 ടൈപ്പ് പാമ്പുകളുണ്ട്. അതിൽ 10 വിഷമുള്ളത്, 4 കൊടും വിഷമുള്ളത്. 4 എന്ന് പറഞ്ഞാൽ 4 വർഗത്തിന്. ഇങ്ങനെ കോബ്ര വർഗം, മൂർഖൻ, പിന്നെ അണലി വർഗം, ഇങ്ങനെ 4 വെള്ളിക്കട്ടൻ പോലുള്ള സാധനം. പക്ഷെ ഉപദ്രവം ഒരിക്കലും മനുഷ്യൻ സ്വയം ഏറ്റെടുക്കരുത്. ഈ ശരീരത്തിന് വലിയ മൂല്യമുണ്ട് ഇസ്ലാം അനുസരിച്ച്. നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് ഒരിക്കലും നമുക്ക് അബദ്ധം വരാൻ പാടില്ല. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരോഗ്യമുള്ള മനുഷ്യനെ വിശ്വാസി അള്ളാഹുക്ക് കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത്. കുറച്ചാളുകൾക്ക് ആരോഗ്യം കൊടുക്കുക, കുറച്ചാളുകൾക്ക് അനാരോഗ്യം കൊടുക്കുക, എന്നിട്ട് ആരോഗ്യമുള്ള ആളുകൾ അല്ല ഇഷ്ടപ്പെടുക. ഇതൊരു വിവേചനമല്ലേ? അതല്ല സംഭവിക്കുന്നത്. ആരോഗ്യം നിലനിർത്തുന്നതിൽ നമുക്ക് നമ്മുടേതായ പങ്കുകളുണ്ട്. അത് നിർവഹിക്കുമ്പോൾ ആ മനുഷ്യൻ ഉത്തരവാദിത്വ ബോധമുള്ളവനാവുന്നു. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അന്തമുള്ളവനായി തീരുന്നു എന്ന്. അല്ലാതെ എല്ലാം തുറന്നു വെച്ച് കടന്നുറങ്ങൽ ഒരു ധൈര്യമൊന്നുമല്ല. ധൈര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണോ? നന്നായിട്ട് സ്പീഡിൽ ഒരു ട്രെയിൻ വരുന്നു, അതിൻ്റെ മുന്നിലേക്കായിട്ട് ചാടി ഇറങ്ങും, അതാണോ ധൈര്യം? അല്ല, അത് ധൈര്യമല്ല എന്ന് മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധി വേണം. ആ ബുദ്ധി ഇല്ലാത്ത വരുമ്പോഴാണ് അങ്ങനത്തെ സാഹസത്തിനൊക്കെ ചിലർ ഒരുങ്ങുക. ചില മക്കളൊക്കെ ഉണ്ടല്ലോ ട്രെയിനിൻ്റെ മേലെ കയറി റീലുണ്ടാക്കുക. വളരെ ശക്തമായ KV ലൈനാണ് അതിൻ്റെ മുകളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. കത്തുക എന്നുള്ളതല്ല, കരിക്കട്ടയായി പോകും. ഇതല്ല ധൈര്യം. അതുകൊണ്ട് തന്നെ പാത്രം മൂടി വെക്കണം. അവിടെ എത്തുന്നുള്ളൂ അല്ലേ നമ്മൾ. വിളക്ക് കെടുത്തണം, അപ്രകാരം വാതിൽ അടക്കണം. പിന്നെ വെള്ളത്തെയും ഭക്ഷണത്തെയും നിങ്ങൾ മൂടി വെക്കുകയും വേണം. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ഒന്നും കിട്ടണില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലെ ഒരു കൊള്ളിക്കഷ്ണം വെച്ചിട്ടെങ്കിലും നമ്മൾ മൂടാൻ ശ്രമിക്കണം എന്ന്. ഒരു പരിധിവരെ അത് വെള്ളത്തെ സംരക്ഷിക്കും, ഭക്ഷണത്തെ സംരക്ഷിക്കും. ഇങ്ങനെയെങ്കിലും വെള്ളത്തെ നിങ്ങൾ സംരക്ഷിക്കണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്രകാരം തന്നെ കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ ജനാബത്ത് കുളിക്കരുത് എന്ന് ഹദീസിൽ കാണാം. കെട്ടി നിൽക്കുന്ന വെള്ളം 2 കുല്ലത്തിനേക്കാൾ ഉണ്ടെങ്കിൽ കുളിച്ചാൽ കുളി ശരിയാവും, അത് വേറെ കാര്യം, അത് മസല. പക്ഷെ ഒരാൾ മാലിന്യത്തോടു കൂടെ ഒക്കെ വന്ന് കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ കുളിച്ചാൽ സ്വാഭാവികമായും അത്രയും അതിൽ മാലിന്യം കലരും, അതിലൊരു തർക്കമില്ല. വലിയൊരു കുളക്കെ ആണെങ്കിൽ നമുക്കത് അറിയാൻ പറ്റൂല എന്ന് മാത്രം. അത്രയ്ക്ക് ശ്രദ്ധ പുലർത്തണമെന്ന് ഹബീബായ റസൂൽ തങ്ങൾ പറയുന്നു. കാരണം ഈ പൊതുവളാണെങ്കിൽ പ്രത്യേകിച്ചും അതും പലർക്കും ഉപകരിക്കാനുള്ളതാണ്. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ജനാബത്തുകാരനായിരിക്കെ, അതായത് ജനാബത്തുണ്ടായ കുളി നിർവഹിക്കുമ്പോൾ കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ ആരും കുളിക്കരുത്. അപ്പൊ അബൂ ഹുറൈറ തങ്ങളോട് ചോദിക്കുന്നുണ്ട്, കൈഫലു യാ അബൂ ഹുറൈറ, പിന്നെ എങ്ങനെ കുളിക്കുക? ജനാബത്ത് നീങ്ങണ്ടേ? അദ്ദേഹം പറയാണ്, യതനാവലഹു തനാവുലൻ, അതിനെ മര്യാദക്ക് ഉപയോഗിക്കണം, മുക്കിയെടുത്ത് ഉപയോഗിക്കണം, കോരിക്കൊണ്ടുപോയി കുളിക്കണം. നമ്മൾ മാലിന്യത്തോടു കൂടെ അത് ഇറങ്ങുമ്പോൾ എത്ര വലിയ ജലധാരയാണെങ്കിലും അത്രയും മാലിന്യം അതിൽ പ്രവേശിക്കുന്നുള്ളത് ഉറപ്പാണ്. അത് മനുഷ്യരെ ഉപദ്രവിക്കലാകും. അതേ പ്രകാരം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ മൂത്രമൊഴിക്കുന്നതിനെ വിരോധിച്ചു. അതേ പ്രകാരം കുറഞ്ഞൊഴുകുന്ന വെള്ളത്തിൽ മൂത്രമൊഴിക്കുന്നതിനെ വിരോധിച്ചു. ഒരു വലിയ കുളത്തിൽ മൂത്രമൊഴിക്കുന്നത് നല്ല കാര്യമൊന്നുമല്ല. പിന്നെന്താണ്? അത് അത്രമേൽ മനുഷ്യനങ്ങോട് ഉപദ്രവിക്കൂല. നേരെ വെച്ച് കെട്ടിയിരിക്കണ വെള്ളമാണെങ്കിൽ സ്വാഭാവികമായും ആ വെള്ളത്തിൽ അതിൻ്റെ സ്വാധീനം വരും. കുറച്ചേ ഒഴുകണുള്ളൂ എന്നുണ്ടെങ്കിൽ ആ അവിടെയും സ്വാധീനം വരും എന്ന് മാത്രമല്ല, ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെള്ളത്തിൻ്റെ പരിസരത്ത് പോലും മൂത്രമൊഴിക്കരുത് എന്ന് പറഞ്ഞു. കാരണം മഴയൊക്കെ പെയ്താൽ പിന്നെ ആ മൂത്രം ആ വെള്ളത്തിലേക്ക് ഒഴുകാൻ സാധ്യതയുണ്ട്. അതിൻ്റെ പരിസരത്തിലേക്ക് എത്തുന്ന ആളുകൾക്ക് അതുകൊണ്ട് ഉപദ്രവം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നബി തങ്ങൾ പറയാണ്, ഇത്തഖുൽ മലാഈന സലാസ, 3 ശാപങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന് അൽ ബറാസ ഫിൽ മവാരിദി വഖാരിയത്ത് തരീഖി വല്ലില്ലി, വെള്ളമുള്ള സ്ഥലങ്ങളിൽ അതിൻ്റെ അടുത്ത് മൂത്രമൊഴിക്കുന്നത്, അപ്രകാരം വഴികളിൽ മൂത്രമൊഴിക്കുന്നത്, അതേ പ്രകാരം നിഴലിൽ മൂത്രമൊഴിക്കുന്നത്. നിഴൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ നിഴലത്ത് ഇരിക്കാനും യാത്ര പോകുന്ന സമയത്ത് വിശ്രമിക്കാനും ഒക്കെ ഉപയോഗപ്പെടുത്തുന്ന അത്തരം ഇടങ്ങളിൽ. നമ്മളൊരു കാട്ടിലാണ്, നല്ല നിഴലാണ്, അവിടെ മൂത്രമൊഴിക്കാൻ പറ്റില്ല എന്നല്ല പറയണത്. ജനങ്ങൾ ഉപയോഗിക്കുന്ന ഇത്തരം സംഗതികളിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? മൂത്രമൊഴിക്കാൻ പാടില്ല. എന്ന് വെച്ചാൽ വെള്ളത്തെ സംരക്ഷിക്കാൻ നമ്മളെ കൊണ്ടാവും വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അതിനാണ് ഈ കാര്യങ്ങളൊക്കെ വിസ്തരിച്ച് അവിടുന്ന് പറയുന്നത്. അപ്പൊ ജലമെന്ന് പറയുന്ന വലിയ അനുഗ്രഹത്തെ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും അതിനെ അള്ളാഹു പറഞ്ഞത് പ്രകാരം ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹുവിനെ നടത്തുന്ന ശുക്റാണത്. സൂറത്ത് ഇബ്രാഹിമിന്റെ 7-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു, ലഇൻ ശക്കർതും ലഅസീദന്നകും, നിങ്ങൾ ശുക്ർ കാണിച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് ഇനിയും വർദ്ധിപ്പിച്ചു തരും. അല്ല, നിഷേധമാണ് കാണിക്കുന്നതെങ്കിലോ ഇന്ന അദാബി ലശദീദ്, നമ്മുടെ ശിക്ഷ നിങ്ങളെ ബാധിക്കുകയും ചെയ്യും. വെള്ളം മാന്യമായി ഉപയോഗപ്പെടുത്തി അള്ളാഹു പിന്നെയും തരും. ആവശ്യമുള്ള ആളുകൾക്കൊക്കെ നമ്മൾ നൽകിക്കൊണ്ടിരുന്നു, അള്ളാഹു പിന്നെയും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും.
നേരെ മറിച്ച് നമ്മൾ തടഞ്ഞു വെച്ചു. നമ്മുടെ കിണറിൽ നല്ല വെള്ളമുണ്ട്, അയൽവാസികൾ ചോദിക്കണ സമയത്ത് കടുത്ത വേനലിൽ നമ്മൾ കൊടുക്കണില്ല. നേരത്തെ പറഞ്ഞതുപോലെ ആന്തൂറിയം വളർത്താനും ഓർക്കിഡ് വളർത്താനും നമ്മൾ ചെടിക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മനുഷ്യന് ഉപദ്രവം ഉണ്ടാകുന്ന ഘട്ടത്തിൽ നമ്മൾ കൃഷി ചെയ്യാൻ പോലും അത് ഉപയോഗിക്കാൻ പാടില്ല എന്നല്ല, ഒരു ജീവിക്ക്, ഒരു 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 മുഹ്തറമായ ജീവിക്ക് ആവശ്യമാകുന്ന സമയത്ത് നമ്മളത് കൃഷിക്കോ കാലേകാനോ ഡെയിലി കുളിക്കാനൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഡെയിലി കുളിക്കാൻ ഉപയോഗിക്കാൻ പാടില്ല, കുളി സുന്നത്തന്നെയാണ്. പക്ഷേ ഈ വെള്ളത്തിന് വേണ്ടി കാത്തിരിക്കണ അല്ലെങ്കിൽ ചത്തുപോകണ ജീവിയുണ്ട്, അല്ലെങ്കിൽ അയൽവാസി ഉണ്ട്, മൂപ്പര് വല്ലാതെ ഉപദ്രവത്തില്ല, മക്കളും കുട്ടികളും കൊണ്ട് വെള്ളമില്ലാതെ ഇടങ്ങാറുകയാണ്. ആ സമയത്ത് നമ്മുടെ നീരാട്ട് നടക്കൂല, ആ സമയത്ത് നമ്മുടെ ആന്തൂറിയം കൃഷി നടക്കൂല, നമ്മൾ മാറി നിൽക്കണം. അങ്ങനെ നമ്മൾ നന്ദി കാണിച്ചാൽ, നന്ദി ഇങ്ങനെ പറയൽ മാത്രമൊന്നുമല്ല, അൽഹംദുലില്ലാഹ് അശ്ശുക്റുലില്ല എന്ന് പറയൽ മാത്രമല്ല നന്ദി കാണിക്കൽ, ഓരോന്നിനെയും കൃത്യമായ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നത് അതിൻ്റെതായ നന്ദി ചെയ്യലാണ്. അപ്പോൾ ഒരാൾ അങ്ങനെ നന്ദി കാണിച്ചിട്ടുണ്ടെങ്കിൽ ലസീദന്നകും, നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരും, അല്ല എങ്കിൽ എൻ്റെ അദാബ് പ്രതീക്ഷിച്ചോണം. വളരെ പ്രയാസപ്പെട്ട കുറേ ഘട്ടങ്ങൾ ചരിത്രത്തിലുണ്ട്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ജനങ്ങൾക്ക് ആകെ കൊടിയ ഈ വരൾച്ച വന്നു. ആ സമയത്താണ് ബിലാൽ ബിൻ ഹാരിസ് അൽ മുസ്നി എന്ന് പറയുന്ന സഹാബി വര്യൻ, ബിനോജുൽ അസ്കലാനി തങ്ങൾ അദ്ദേഹത്തിൻ്റെ ഫതുൽ ബാരിയിൽ അത് ഈ വന്നയാളുടെ പേര് അങ്ങനെയാണ് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിൻ്റെ അടുത്ത് എത്തുന്നതും ഇസ്തസ്കിലി ഉമ്മത്തിക ഫഇന്നഹും ഖദ് ഹലഖു, അങ്ങയുടെ ഉമ്മത്തിന് വേണ്ടി അങ്ങ് മഴയെ തേടണം എന്ന് റസൂലുള്ളാഹി തങ്ങളോട് ആവശ്യപ്പെടുന്നതും അവരാകെ നശിച്ചുപോയി എന്ന് പറയുന്നതും. ഇത് കണ്ടുകൊണ്ടിരുന്ന ഉത്തുബി എന്ന് പറയുന്ന ഒരു മഹാൻ ഇത്തിരി നേരം ഉറങ്ങിപ്പോകുന്നു. റസൂലുള്ളാഹി സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുന്നു, നിങ്ങൾക്ക് വെള്ളം കിട്ടുമെന്നും ഭരണത്തെ ഇത്തിരി കൂടി സോഫ്റ്റ് ആക്കണമെന്നും ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയാൻ വേണ്ടി ഏൽപ്പിക്കുന്നു. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു വിവരം അറിയുമ്പോൾ വല്ലാഹി ലമ്മാലു, പടച്ചോനെ ഞാൻ വീഴ്ച വരുത്തിയിട്ടില്ല, ഞാൻ എൻ്റെ ഭരണത്തിൽ ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ല എന്നും പറഞ്ഞ് പൊട്ടിക്കരയുന്നതും അദ്ദേഹം ഇത് അംഗീകരിക്കുന്നതൊക്കെ വിവിധ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. സയ്യിദ്നാ ഉമർ റളിയല്ലാഹു അൻഹുവായിട്ട് ബന്ധപ്പെട്ട തന്നെ വെള്ളത്തിൻ്റെ മറ്റൊരു കഥ കൂടെ ഉണ്ട്. മിസ്രിൽ നിന്ന് അവിടുത്തെ ഗവർണർ ഉമർ റളിയല്ലാഹു അൻഹുവിന് കത്തെഴുതുകയാണ്. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ആണെന്ന് ഞാൻ ഓർക്കുന്നു. ഇമാം റാസി തഫ്സീർ റാസിയിൽ സൂറത്തുൽ കഹ്ഫിൽ ഔലിയാക്കളുടെ കറാമത്ത് പറയുന്നിടത്ത് ഉദ്ധരിക്കുന്നുണ്ട്. ഇവിടെ ഒരു ആചാരമുണ്ട്, നെയിൽ എല്ലാ വർഷവും ഒരു ദിവസം നിശ്ചലാവും, ഒഴുകൂല. പൈശാചികമായ ഏർപ്പെടലുകളൊക്കെ ആയിരിക്കും, അത് ഒഴുകൂല, അങ്ങനെ നിൽക്കും. ഇവിടെ പതിവായി വന്നു വരുന്ന ഒരു ആചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ നാട്ടിലെ ഏറ്റവും നല്ല സുന്ദരിയാവുന്ന ഒരു കന്യകയെ ആഭരണങ്ങൾ അണിയിച്ച് മനോഹരമായ ചായയൊക്കെ തേച്ചിട്ട് അതിലിട്ട് കൊടുക്കണം. അങ്ങനെ ആ കുട്ടി മരിക്കും, വെള്ളത്തിൽ ഒഴുകും, അതോടുകൂടെ നെയിൽ പഴയതുപോലെ ഒഴുക്ക് തുടങ്ങും. ഇങ്ങനെ ഒരു ആചാരമുണ്ട്. അതിൻ്റെ സമയത്തേക്കാണ് നെയിൽ നിശ്ചലമായിരിക്കുന്നു, എന്ത് ചെയ്യണം? ഇവരെല്ലാവരും കൂടെ ഈ കുട്ടിയെ ഇട്ടുകൊണ്ടിരിക്കണം എന്നും പറഞ്ഞ് നിർബന്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മാന ഉമർ റളിയല്ലാഹു അൻഹു ഒരു കടലാസ് എടുത്തു, എന്നിട്ട് യാ നെയിൽ എന്നും പറഞ്ഞിട്ട് ഒരു ചെറിയ കത്ത് എഴുതുകയാണ്. നീ ഇതുവരെ ഒഴുകിയത് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണെങ്കിൽ ഇനിയും ഒഴുകണം. അല്ല, നീ നിന്റെ ഇഷ്ടപ്രകാരമായിരുന്നു ഒഴുകിയതെങ്കിൽ ഇനി ഞങ്ങൾക്ക് നിന്നെ ആവശ്യമില്ല എന്നും പറയുന്ന, അള്ളാഹുവിൻ്റെ നിയമപ്രകാരം അല്ലാതെ ചലിക്കുകയാണെങ്കിൽ നിന്നെ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നുള്ളൊരു കുറിപ്പ് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് ഇത് നെയിലിൽ എറിയാൻ വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു. അത് ചെയ്തതോടുകൂടെ നെയിലൊഴുകുന്നു. പിന്നീട് നെയിലിന് അസുഖം ഉണ്ടായിട്ടില്ല എന്നാണ്. എങ്ങനെയാണ് നെയിലിനോട് കൽപ്പിച്ചാൽ അത് കേൾക്കുക എന്നൊക്കെ ഉള്ളത് വേറൊരു ആത്മീയ വിശദീകരണം. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ചില പൈശാചികമായ ഇടപെടൽ കൊണ്ട് ഭൂമിയിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയായിരിക്കും കാലങ്ങളായി നെയിൽ അങ്ങനെ ഒരു നിശ്ചലനാവസ്ഥ തുടരുന്നത്. അപ്പോൾ ആളുകളെ പറ്റിക്കാൻ പറ്റും. ഒരു കുട്ടിയെ അതിലേക്ക് ഇടുക എന്ന് പറഞ്ഞാൽ വലിയ പാതകമാണ്. ഇതെല്ലാവരും അംഗീകരിച്ച് ചെയ്യാറുണ്ട്. ആ നാട്ടുകാർ മൊത്തം പഴക്കലാണ്. ആ നാട്ടുകാരെ മൊത്തം പഴപ്പിക്കാനപ്പോൾ ഈ ഇബ്ലീസിന് പറ്റും, ഷെയ്ത്താന് പറ്റും. അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്, അള്ളാഹിൻ്റെ പേരിൽ ഞാൻ പറയുന്നു, ഇതുവരെ നീ ഒഴുകിയത് റബ്ബിൻ്റെ കൽപ്പന പ്രകാരമാണെങ്കിൽ ഇനിയും ഒഴുകണം. അല്ല, നിന്റെ ഇഷ്ടപ്രകാരം, നിന്നെ ഞങ്ങൾക്ക് ആവശ്യമില്ല, ജലത്തിന് ഞങ്ങൾ മറ്റു മാർഗങ്ങൾ കണ്ടോളും. അതുകൊണ്ട് ഞെട്ടിക്കാൻ നിൽക്കരുത് എന്നുള്ള ശൈലിയിൽ ഉമർ റളിയല്ലാഹു അൻഹു ഒരു എഴുത്ത് എഴുതുകയാണ്. അതിട്ടതിന് ശേഷം ആ നെയിലിന് അങ്ങനെ ഒരു സംഭവം, അങ്ങനെ ഒരു അസുഖം പിന്നെ ഉണ്ടായിട്ടില്ലെന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ജലം മനുഷ്യരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. വേനലിലാണ് കൃഷി നടത്തണം, അടുക്കളത്തോട്ടം നിർമ്മിച്ചുകൊണ്ടിരിക്കണം. നമുക്ക് പറ്റും വിധത്തിൽ പ്രകൃതിയോടുള്ള എല്ലാ ബന്ധങ്ങളും വെച്ച് പുലർത്തണം. നമ്മുടെ മക്കൾക്കൊക്കെ പ്രകൃതി പഠിപ്പിച്ചു കൊടുക്കണം. എന്താണ് വെള്ളം എന്നും, എന്താണ് വാഴമരം എന്നും, എന്താണ് നെല്ല് എന്നും, എങ്ങനെയാണ് ഇതൊക്കെ രൂപപ്പെടുന്നത് എന്നും പ്രകൃതിയിലേക്ക് അവരെ ഇറക്കാനും അവർക്ക് കാര്യബോധം ഉണ്ടാക്കാനും അങ്ങനെ അവരുടെ ബുദ്ധിവികാസത്തിനൊക്കെ നമ്മൾ മുന്നിൽ നിൽക്കണം. ജലം അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ നിഅമത്താണെന്ന് വിചാരിച്ച് അത് ഉപയോഗിക്കുന്നിടത്തൊക്കെ റബ്ബിനെ ഓർക്കണം, റബ്ബിനെ ശുക്ർ ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ അള്ളാഹുവിനെ ശുക്ർ ചെയ്യുന്ന നല്ല അടിയാറുകളായി റബ്ബ് താര നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന എല്ലാ അഭാഗങ്ങളും പടച്ച റബ്ബ് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. രോഗികളുണ്ട്,
വിവിധങ്ങളായ രോഗികളുണ്ട്, ആരോഗ്യപരമായ വിഷമങ്ങളുള്ളവർ, എപ്പോഴും വേദന അനുഭവിക്കുന്നവർ, ചെറിയ കുഞ്ഞുങ്ങൾക്ക് പ്രശ്നങ്ങളുള്ളവരൊക്കെ ഉണ്ട്. പടച്ച റബ്ബേ, നീ സലാമത്ത് നൽകണേ റഹ്മാനെ, ഷിഫാ നൽകണേ റഹ്മാനെ. ഈ ഉമ്മത്തിനെ ലോകത്തിൻ്റെ എല്ലായിടത്തും നീ സംരക്ഷിക്കണേ റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി സയ്യിദനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.